മകനെ സ്കൂളിൽ വിടാൻ ഭയമാണ്. സീനിയർ വിദ്യാർത്ഥികൾ പലതവണ അവനെ ആക്രമിച്ചിട്ടുണ്ട്. തൊടുപുഴ സർക്കാർ സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ അമ്മ മകൻ നേരിട്ട ക്രൂരതകളെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വിവരിച്ചത്. റാഗിങ്ങിൻ്റെ പേരിലായിരുന്നു മർദ്ദനവും ഭീഷണിയും. +1 വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസമാണ് +2 പഠിക്കുന്നവർ സംഘം ചേർന്ന് മർദ്ദിച്ചത്. മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകനും MSF മേഖലാ പ്രസിഡന്റുമായ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. സംഭവത്തിൽ 3 പേർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ പ്രിൻസിപ്പാൾ അറിയിച്ചു. തൊടുപുഴയിലെ സർക്കാർ സ്കൂളിൽ വ്യാഴാഴ്ചയാണ് സംഭവം. ഇടവെട്ടി സ്വദേശിയായ കുട്ടിക്കാണ് മുതിർന്ന വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ക്ലാസ്സിലെത്തിയ 2ാം വർഷ വിദ്യാർത്ഥിയും MSF മേഖലാ പ്രസിഡന്റുമായ അല്ലമീൻ അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി. മറ്റ് 2 പേർ ചേർന്ന് ഈ കുട്ടിയെ തടഞ്ഞുവച്ചായിരുന്നു മർദ്ദനമെന്നും പരാതിയിലുണ്ട്. മർദ്ദനമേറ്റ് സ്കൂളിൽ നിന്നിറങ്ങിപ്പോയ കുട്ടിയെ തൊടുപുഴ പോലീസ് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത്. അല്ലമീനെതിരെ മർദ്ദനം, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി തൊടുപുഴ പോലീസ് കേസെടുത്തു. 2 പേർ പ്രായപൂർത്തിയാവാത്തതിനാൽ വിശദ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറും. അല്ലമീൻ സ്കൂളിൽ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്നും ഇനിയും സ്കൂളിൽ മകനെ വിടുന്നതിൽ ഭീതിയുണ്ടെന്നും മർദ്ദനമേറ്റ കുട്ടിയുടെ അമ്മ പറയുന്നു. ഇപ്പം 3 പിള്ളേര് കൂടിയിട്ടാണ് അവനെ, അതില് അല്ലമീൻ എന്ന് പറഞ്ഞൊരു കൊച്ചു അവനെ അടിച്ചത്. ഒരു സച്ചു, ഒരു ശിവപ്രസാദ് എന്ന് പറഞ്ഞ 2 പിള്ളേർ അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് കൊച്ചിൻ്റെ മുഖത്തിൻ്റെ അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഇത് സംഗീതത്തിന് മാത്രമല്ല, ഇതിന് മുമ്പും വേറെ പല പിള്ളേർക്കും ഇത് ഉണ്ടാകുന്നുണ്ട്. അവനൊരു സ്ഥിരമായിട്ടുള്ളൊരു പ്രശ്നക്കാരനായിട്ടാണ് സ്കൂൾ അധികൃതരും PTA പ്രസിഡന്റും അങ്ങനെ സ്കൂളിൽ ഏകദേശം ഒരു 95 ഞാൻ സംസാരിച്ച എല്ലാവരും ഒരു നദി പോലും ഇല്ല. കൊച്ചു സ്ഥിരം ഒരു പ്രശ്നക്കാരനായിട്ടാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര വഴക്കിന്റെ പേരിലാണ് മർദ്ദനമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. അല്ലമീനെ 15 ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ മകനാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ അല്ലമീൻ. ന്യൂസ് 18 തൊടുപുഴ.